നമസ്കാരം. പാഠശാലയുടെ അടുത്ത പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ യൂസസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ നിർത്തിയത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്ട്സിൻ്റെ കുറച്ച് യൂസസിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റിംഗ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കോയിലിൽ കൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടർ എന്ത് പുറപ്പെടുവിപ്പിക്കും, കുറച്ച് എഫക്ട്സൊക്കെ കാണിക്കും. അത് കൺസ്യൂമർ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതിനനുസരിച്ചായിരിക്കും ആ എഫക്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യാണ്. കണ്ടക്ടറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഈ കണ്ടക്ടർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെവിടെ യൂസ് ചെയ്യണം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സോൾഡറിങ് അയണിൽ കണ്ടിട്ടുണ്ട്. സോൾഡറിങ് അയൺ, അതുപോലെ നമ്മൾ ഇലക്ട്രിക് അയൺ ഇസ്തിരിപ്പെട്ടിയിൽ കണ്ടിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിൽസ് ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യണേ, ഈ ഹീറ്റ് പുറപ്പെടുവിപ്പിക്കണേ. അങ്ങനത്തെ ആ സ്ഥലത്തിന് നമ്മൾ കോയിൽസ് എന്ന് പറയും. കോയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുളുകളായിട്ടുള്ള കമ്പിച്ചുരുളുകൾ എന്ന് പറയും. ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടാവും, കോയിൽസ് ആയിരിക്കും. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണ ഒരു പ്രത്യേക മെറ്റീരിയൽ ഉണ്ടാവും. ആ മെറ്റീരിയലായിരിക്കും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാധാരണ ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചൂടാവില്ല. അപ്പോൾ ചൂട് നിലനിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽ വയ്ക്കണം. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയലിന് ഒന്നാമത്തെ കാര്യം റെസിസ്റ്റിവിറ്റി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. റെസിസ്റ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. R=ρ×L/A എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ റോ എന്ന് പറയുന്ന സംഭവമാണ് എന്ത്? റെസിസ്റ്റിവിറ്റി. അത് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് റെസിസ്റ്റിവിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? റെസിസ്റ്റൻസും കൂടും. അതായത് R എന്തിന് പ്രൊപ്പോർഷനിലാണ്? റെസിസ്റ്റിവിറ്റിക്ക് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേറൊരു തരത്തിൽ പറയാം, റെസിസ്റ്റൻസ് കൂടുതലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള മെറ്റീരിയലായിരിക്കണം ഹീറ്റിംഗ് കോയിൽസിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. മെൽറ്റിംഗ് പോയിൻ്റ് എന്താ? ദ്രവണാങ്കം എന്ന് മലയാളത്തിൽ പറയും. അതായത് ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മെറ്റൽ അത് ഉരുകാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ, മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുക? മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുക. ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ മെറ്റീരിയൽ സ്റ്റാർട്ട് മെൽറ്റിംഗ്, അതാണ് മെൽറ്റിംഗ് പോയിൻ്റ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ ഈ മെറ്റീരിയലിന് റെസിസ്റ്റിവിറ്റി ഹൈ ആയിരിക്കണം, മെൽറ്റിംഗ് പോയിൻ്റ് ഹൈ ആയിരിക്കണം. പിന്നെ മൂന്നാമതൊരു പ്രോപ്പർട്ടി കൂടെ പറയുകയാണെങ്കിൽ, അതായത് മെൽറ്റിംഗ് പോയിൻ്റ് ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് കറണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ഉരുകാൻ പാടില്ല. ഉരുകി കഴിഞ്ഞാൽ പിന്നെ അതിന് ഉപയോഗമൊന്നുമില്ലല്ലോ. അപ്പോൾ മൂന്നാമതൊരു പ്രോപ്പർട്ടി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചൂടായിട്ട് അതിന് ആ ചൂടിലിങ്ങനെ കുറേ നേരം നിൽക്കാൻ പറ്റണം, ഓക്സിഡേഷനൊന്നും സംഭവിക്കാതെ. അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. പറയാം, ഞാൻ എഴുതുന്നുണ്ട്. അതായത് എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അതായത് ആ ടെമ്പറേച്ചറിൽ തന്നെ കുറേ നേരം നിൽക്കാനുള്ള കഴിവ് അതിനുണ്ടായിരിക്കണം. അതായത് ഓക്സിഡൈസ് ചെയ്ത് പോകാൻ പാടില്ല. ഓക്സിഡൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫേസിൽ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ അതിൻ്റെ മെറ്റൽ ഓക്സൈഡായിട്ട് മാറും. അതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. നിങ്ങളതിനെ പറ്റി വറീഡാവേണ്ട. അതായത് ആ മെറ്റീരിയൽ നഷ്ടപ്പെടാതെ അതിന് ആ റെഡ് ഹോട്ട് ടെമ്പറേച്ചറിൽ കുറേ നേരം നിൽക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് മൂന്നുമാണ് എന്ത് നമ്മുടെ പ്രോപ്പർട്ടീസ്, ഒരു ഹീറ്റിംഗ് കോയിലിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മളിനി പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇസ്തിരിപ്പെട്ടിയുടെ കാര്യം നോക്കാം. നമ്മുടെ ഇലക്ട്രിക് അയൺ അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടിയിൽ നമ്മൾ ഉപയോഗിക്കണ കോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിക്രോം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോയിലാണ്. നിക്രോം
ഇതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, നിക്രോം. നിക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ നിക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ഈ 3 ലോഹങ്ങളുടെ അലോയാണെന്ത് നിക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ നേരത്തെ സാധാരണ ഒരു ഹീറ്റിംഗ് കോയിലിന് ഉണ്ടായിരിക്കണം എല്ലാ പ്രത്യേകതകളും ഇതിനുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കൊന്നും കൂടെ എടുത്തെഴുതാം. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടികൾ നിക്രോണിനും ബാധകമാണ്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, അതുപോലെ റെഡ് ഹോട്ടായിട്ട് ഓക്സിഡൈസ് ആവാതെ കുറേ നേരം നിൽക്കാനുള്ള കഴിവ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിക്രോമിനും ബാധകമാണ്. അപ്പോൾ ഇതാണ് നിക്രോമിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ നിക്രോമാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? ഇസ്തിരിപ്പെട്ടിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തൊരു യൂസിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് സേഫ്റ്റി ഫ്യൂസാണ്. നമുക്കതെന്താ നോക്കാം. ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ അടുത്ത യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഫ്യൂസാണ്. നമ്മൾ പഠിക്കുന്നത് ഈ ടെക്സ്റ്റിൽ പഠിക്കുന്ന അടുത്തൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഫ്യൂസാണ്. സേഫ്റ്റി ഫ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീടിൻ്റെ മീറ്ററിൻ്റെ താഴെയായിട്ട് ഒരു സേഫ്റ്റി ഫ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കട്ട ഉണ്ടാവും, അതിലൊരു വയർ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സേഫ്റ്റി ഫ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫ്യൂസുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എക്സ്റ്റൻഷൻ കേബിളിൽ ഫ്യൂസുകൾ കണ്ടിട്ടുണ്ടാവും, വണ്ടിയിലെ ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഫ്യൂസുകൾ കണ്ടിട്ടുണ്ടാവും, പലതരത്തിൽ സേഫ്റ്റി ഫ്യൂസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാക്കുന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകതകളും അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ആദ്യം പറയാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട്ടുകളിൽ ചിലപ്പോൾ മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഓവർ കറണ്ട് വന്ന് പെട്ടെന്ന് ചിലപ്പോൾ കറണ്ട് ഓഫ് ചെയ്യുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ടാവും. അതിന് MCB എന്ന് പറയും. നമ്മൾ വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. അതല്ലാതെ ഈ ഫ്യൂസ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓവർ കറണ്ട് വരും. ഓവർ കറണ്ട് വരുമ്പോൾ ഈ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സേഫ്റ്റി ഫ്യൂസ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ കറണ്ട് വരുമ്പോൾ അതിലൊരു മെറ്റൽ വയറുണ്ടാവും. ആ വയർ എന്ത് ചെയ്യും? നന്നായിട്ട് അങ്ങോട്ട് ഹീറ്റാവും. നന്നായി ഹീറ്റായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഉരുകും, അത് പൊട്ടും. അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്കുള്ള കറണ്ട് സപ്ലൈ നിലയ്ക്കും. അതാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത് നമ്മുടെ പുറത്തു നിന്നുള്ള കറണ്ട് വരുന്ന സപ്ലൈ ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മുടെ വീട്ടിലെ ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ബൾബ്, അതുപോലെ പല സാധനങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫാൻ, അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ന്യൂട്രൽ വരുന്നുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈ കറണ്ട്, എന്തെങ്കിലും കാരണവശാൽ ഹൈ കറണ്ട് വരികയാണെങ്കിൽ ഈ വയറിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ വയർ പെട്ടെന്ന് ഹീറ്റാവുമ്പോൾ ഇത് പെട്ടെന്ന് ഉരുകണ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഹീറ്റാവുന്ന വഴിക്ക് ഇത് പൊട്ടും. പിന്നെ കറണ്ടൊന്നും എന്ത് ചെയ്യില്ല, ഇതിൽ കൂടെ പാസ് ചെയ്യില്ല. അപ്പോൾ ഈ ഡിവൈസൊക്കെ എന്തായിരിക്കും? സേഫ്റ്റി ആയിട്ടിരിക്കും. അതിനൊന്നും പറ്റില്ല, കത്തിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ആ അലോയുടെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞത് സാധാരണ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽ ടിന്നിൻ്റെയും ലെഡിൻ്റെ അലോയാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മൾ വീട്ടിൽ കോപ്പർ വയറൊക്കെ എടുത്ത് കെട്ടും. അത് ശരിയായ രീതിയല്ല. ടിന്നിൻ്റെ ലെഡിൻ്റെയും സങ്കരമായിട്ടുള്ള അലോയും ആണ് ഉപയോഗിക്കേണ്ടത് സേഫ്റ്റി ഫ്യൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മളിപ്പോൾ പറഞ്ഞതിന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും എന്ത് സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി കുറവായിരിക്കണം. എന്നാലും ചൂടാവാനും ഉരുകലൊക്കെ ഉണ്ടാവുന്നുണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ കാര്യം നമ്മൾ പറയണമെന്നില്ല, കുഴപ്പമില്ല. മെയിനായിട്ടുള്ള പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. അതായത് ദ്രവണാങ്കം കുറവായിരിക്കും. അതാണ് ഒന്നാമത്തെ മെയിനായിട്ടുള്ള പോയിൻ്റ് ഫ്യൂസിൻ്റെ. അതായത് ദ്രവണാങ്കം കൂടിക്കഴിഞ്ഞാൽ ഇത് ചൂടായാലും ഇത് പൊട്ടില്ല. ഇത് പൊട്ടിയാൽ മാത്രമേ നമുക്ക് ഡിവൈസുകൾ സേഫ്റ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ അതെന്ത് ചെയ്യും? പെട്ടെന്ന് ഉരുകി പൊട്ടും ചെയ്യും.
പിന്നെ അതാണ് നമുക്ക് മെയിനായിട്ടുള്ള പോയിൻറ്റ്. പിന്നെ കുറേ നേരം ചുട്ടുപഴുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, ഇതാണ് മെയിനായിട്ടുള്ള നമ്മുടെ യൂസ്. റെസിസ്റ്റിവിറ്റി വേണമെങ്കിൽ കമ്പാരിറ്റീവ്ലി നിക്രോമിനെയൊക്കെ അപേക്ഷിച്ച് കുറവാണെന്ന് പറയാം. അത്ര തന്നെ ആവശ്യമുള്ളൂ. ഇതാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ മെയിനായിട്ടുള്ള യൂസ്. അതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഈ സേഫ്റ്റി ഫ്യൂസ് എപ്പോഴും കണക്ഷനിൽ നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ പഠിച്ചില്ലേ, സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അതായത് വരുന്ന സപ്ലൈക്ക് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. നേരത്തെ ഞാൻ ഫിഗർ വരച്ചത് വരുന്ന സപ്ലൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫ്യൂസ് വയ്ക്കുക സീരീസ് ആയിട്ട്. ആ വരുന്ന ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ വരുന്ന സപ്ലൈയിൽ പോസിറ്റീവിൽ സീരീസ് ആയിട്ടാണ് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാവും. പാരലൽ കണക്ഷനിലാണ് വീട്ടിലുണ്ടാവുക, ഫാൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സീരീസ് ആയിട്ടാണ് ഫ്യൂസ് നമ്മൾ കണക്ഷനിൽ വയ്ക്കുക. അതായത് എന്നാലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകാതിരിക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പാരലായിട്ട് വെച്ച് വിചാരിക്കുക, ഉയർന്ന കറണ്ട് വന്നു, ഇത് ബ്രേക്ക് ചെയ്തു, പക്ഷെ എന്നാലും കറണ്ട് എന്ത് പോവും, ഡിവൈസിലേക്ക് പോവും. അപ്പോൾ അതാണ് സേഫ്റ്റി ഫ്യൂസ് എപ്പോഴും എന്ത് ചെയ്യണം, സീരീസ് ആയിട്ട് വേണം വയ്ക്കാൻ. അപ്പോൾ ഇതാണ് ശരിയായ രീതി. അങ്ങനെയാണ് നമ്മൾ ഫ്യൂസ് വയ്ക്കുക. ഇത്രയാണ് എന്ത് ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ യൂസസ്. നമുക്കിനി ഈ ചാപ്റ്ററിൽ റിമൈനിങ് ആയിട്ടുള്ളൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് എഫക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ലൈറ്റിംഗ് എഫക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ലൈറ്റിംഗ് എഫക്റ്റിലേക്ക് കിടക്കാം. കറണ്ട് കടന്നു പോകുമ്പോൾ ലൈറ്റ് പുറപ്പെടുവിപ്പിക്കുന്ന വസ്തുക്കളാണ് എന്താ പറയുക, നമ്മൾ ലാംപ്സ് എന്ന് പറയുക. അപ്പോൾ ലാമ്പ് തന്നെയാണ് ലൈറ്റിംഗ് എഫക്റ്റിന് എക്സാമ്പിൾ. അപ്പോൾ ലാംപ്സാണ് ലൈറ്റിംഗ് എഫക്ട്സിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംപ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംപ്സിൽ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ഇൻകാൻഡസെൻ്റ് ലാമ്പ് പഠിക്കും. ഇൻകാൻഡസെൻ്റ് ലാമ്പ്, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുക ഡിസ്ചാർജ് ലാമ്പ് പഠിക്കും. ഇതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ലാംപ്സ്. ഡിസ്ചാർജ് ലാമ്പ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അറിയുന്ന ലാംപ്സൊക്കെ ഏതൊക്കെയാണ്, LED ലാമ്പ് അറിയാം ആണല്ലോ. അപ്പോൾ ഈ LED ലാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നമുക്ക് ഇൻകാൻഡസെൻ്റ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, അതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒന്ന് പഠിക്കാം. അതോടുകൂടി ഈ ചാപ്റ്റർ തീരും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇൻകാൻഡസെൻ്റ് ലാമ്പിലേക്ക് കിടക്കാം. ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ കാണുന്ന വീട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടാവും ഈ ഫിലമെൻ്റ് ലാമ്പ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വരച്ചു നോക്കാം. ഇങ്ങനത്തെ ഒരു ഷേപ്പുള്ള, ഉള്ളിൽ ഇങ്ങനെയായിരിക്കും ഒരു ഫിലമെൻ്റ് ലാമ്പ് കാണാനുണ്ടാവും ഏകദേശം. അല്ല, ചിത്രം അത്ര ക്ലിയർ ഒന്നുമില്ല, നിങ്ങൾക്ക് ഞാൻ ചിത്രം ആഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് കവർ ഉണ്ടായിരിക്കും, ഉള്ളിൽ കോയിലുണ്ടായിരിക്കും. ആ കോയിലിൻ്റെ പ്രത്യേകത നമ്മൾ പറയാം. അതുപോലെ ഇതൊരു കോപ്പർ വയർ ആയിരിക്കും. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൽ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിൽ തന്നെയാണ്. ഈ കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ്, ടങ്സ്റ്റൺ. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ പ്രത്യേകതകൾ. നേരത്തെ നിക്രോമിൻ്റെ പഠിച്ച പോലെ തന്നെ ടങ്സ്റ്റൺ എന്ന് പറഞ്ഞ മെറ്റീരിയലിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് കടന്നു പോകുമ്പോൾ ഇതുപോലെ ഈ ടങ്സ്റ്റൺ ചൂടാവുക എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹോട്ട് കണ്ടീഷനിലേക്ക് എത്തും. ആ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ധവള പ്രകാശം അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. പിന്നെ വേറൊരു കാര്യം, ഇത് ചൂടായി കഴിഞ്ഞാൽ ഓക്സിഡൈസ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാമ്പർ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലൊന്നും ഇവാക്യുവേറ്റ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ വായുവിനൊക്കെ എടുത്ത് പുറത്ത് കളയും. അപ്പോൾ ഇവാക്യുവേറ്റഡ് ആയിരിക്കും ചാമ്പർ. ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബോ അല്ലെങ്കിൽ ഗ്ലാസ് കവർ ഇവാക്യുവേറ്റഡ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞ് ടങ്സ്റ്റണൊക്കെ വേപ്പറൈസ് ചെയ്ത് പോകാനുള്ള, ബാഷ്പമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെന്ത് ചെയ്യും, നമ്മൾ നൈട്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, ഇതിൽ ഫില്ല് ചെയ്യും. ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് വേപ്പറൈസേഷൻ.
ടു അവോയ്ഡ് വേപ്പറൈസേഷൻ. ഈ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. ടു അവോയ്ഡ് വേപ്പറൈസേഷൻ നമ്മൾ എന്ത് ചെയ്യും? നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യും. അതൊക്കെയാണ്. എന്തുകൊണ്ട് നൈട്രജൻ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ സാധാരണ ടെമ്പറേച്ചറിൽ അത് ഇനേർട്ട് ഗ്യാസാണ്, റിയാക്ട് ചെയ്യൊന്നുമില്ല. അതുകൊണ്ട് ആണ് നൈട്രജൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചറും അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഞാൻ പറഞ്ഞല്ലോ ടങ്സ്റ്റൻ്റെ പ്രത്യേകതകളാണ്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടീസ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെ റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കണം. രണ്ടാമത്തെ കാര്യം ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് തന്നെ, സെയിം. അതായത് ചൂടായി കഴിഞ്ഞാൽ ഉരുകാൻ പാടില്ല, ഉരുകി കഴിഞ്ഞാൽ പിന്നെ അതിൽ അർത്ഥമില്ല. മൂന്നാമത്തെ കാര്യം ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കണം, ഹൈ ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള പറ്റുന്ന എലമെൻ്റ് ആയിരിക്കണം. ടങ്സ്റ്റൺ നന്നായി വലിച്ചു നീട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് ചെയ്യാം? ചെറിയ കുഞ്ഞു മെറ്റീരിയൽ തന്നെ ഭയങ്കര ചുരുളുകളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നല്ല ഹീറ്റിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഹൈ ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കണം. അതുപോലെ നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ എമിറ്റ് ചെയ്യാൻ പറ്റണം, വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റണം. അതായത് റിമെയിൻ ഹോട്ട് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്. അവിടെ നമ്മൾ പഠിച്ചില്ല, റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഓക്സിഡൈസ് ചെയ്യപ്പെടാതെ നിൽക്കാൻ പറ്റണം. അതുപോലെ ഇവിടെ അതിന് വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ ഓക്സിഡൈസ് ചെയ്യപ്പെടാതെ നിൽക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ എഴുതുന്നുണ്ട്. അതായത് എബിലിറ്റി ടു റിമെയിൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. അതിന് വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ ഓക്സിഡൈസ് ചെയ്യപ്പെടാതെ നിൽക്കാൻ പറ്റണം. ഇത്രയാണ് നമ്മുടെ ടങ്സ്റ്റൻ്റെ പ്രത്യേകതകൾ. ഇനി നമ്മൾ വർക്കിങ്ങും പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ലാംപ്സാണ്. ആർക്ക് ലാംപ്സ്, നമ്മുടെ CFL ലാംപ്സ്, അതൊക്കെ ഡിസ്ചാർജ് ലാംപ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ലാംപ്സാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഡിസ്ചാർജ് ലാമ്പ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബാണ്. ഇത് ഗ്ലാസ് ട്യൂബ്. ഇതിൻ്റെ രണ്ടറ്റത്ത് എന്തുണ്ടാവും? ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഇതെന്താണ്? ഇലക്ട്രോഡ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കും. ഈ ഇലക്ട്രോഡിൽ ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കും. ഇതിൻ്റെ ഉള്ളിൽ, ഈ ട്യൂബിൻ്റെ ഉള്ളിൽ ഗ്യാസസ് ഫില്ലഡ് ആയിരിക്കും. ഇന്നേർട്ടായിട്ടുള്ള ഗ്യാസുകൾ ഏതെങ്കിലുമൊക്കെ, ഇന്നേർട്ടായിട്ടുള്ളതെന്നല്ല, ഗ്യാസസ് ഫില്ലഡ് ആയിരിക്കും. സ്പെസിഫിക് ഗ്യാസസുകളുണ്ട്. അപ്പോൾ ഗ്യാസസ് ഫില്ലായിരിക്കും. അപ്പോൾ ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് ഈ ഗ്യാസസ് എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആവും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എനർജി സ്വീകരിക്കും. നമ്മൾ പഠിച്ചത് ഗ്യാസസ് ആയാലും എന്ത് മോളിക്യൂളായാലും ആറ്റായിരിക്കും, അതിനിങ്ങനെ ഷെൽസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എനർജി സ്വീകരിച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമെന്ന് അറിയോ? ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. അതായത് എനർജി സ്വീകരിച്ചിട്ട് പൊട്ടൻഷ്യൽ കൊടുത്തു, അപ്പോൾ അവിടെ നിന്നൊരു എനർജി കിട്ടി. ആ എനർജി സ്വീകരിച്ചിട്ട് ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. പക്ഷേ ഹൈ എനർജി സ്റ്റേറ്റിൽ അത് സ്റ്റേബിൾ അല്ല. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് അതെന്ത് ചെയ്യും? അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഈ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ഹൈ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ എടുത്ത എനർജി ഉണ്ടല്ലോ അത് റിലീസ് ചെയ്യും. വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്യും? ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. ഈ എനർജിക്കനുസരിച്ച് എന്ത് ചെയ്യും? ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എനർജിയുടെ വേവ് ലെങ്ത് അനുസരിച്ച്. ഈ എനർജിയുടെ വേവ് ലെങ്ത് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ സ്പെക്ട്രത്തിലുള്ള എനർജിയുടെ വേവ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ അത് ആ ലൈറ്റ് കാണിക്കും. അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ലൈറ്റ്സ് കാണിക്കും, കളർ കാണിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടുന്ന് ഇപ്പോൾ എനർജി റിലീസ് ചെയ്യണ്ടല്ലോ, ആ എനർജിക്ക് പ്രത്യേക വേവ് ലെങ്ത്തുകൾ ഉണ്ടാവും. നമ്മുടെ ഓരോ കളറിനും ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉണ്ട്. ചുവപ്പിനൊരു വേവ് ലെങ്ത്ത്, കറുപ്പിനൊരു വേവ് ലെങ്ത്ത്, അതുപോലെ എല്ലാ ഡിഫറെൻറ്റ് കളറിന് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഏത് വേവ് ലെങ്ത്തിലാണ് ആ എനർജി വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കളർ അത് കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുക. കൂടുതലും നമ്മൾ വൈറ്റ് ലൈറ്റ് വരുന്ന ഡിസ്ചാർജ് ലാംപ്സാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് LED ബൾബ്സാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. LED ലാമ്പ്സ് ഞാൻ വളരെ ബ്രീഫായിട്ട് കടക്കണുള്ളൂ. അതിൻ്റെ കൺസ്ട്രക്ഷനും അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാഠശാല.in എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. അതുപോലെ ദീക്ഷയുടെ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഭാഗത്തിൻ്റെയും അതിൻ്റെ എക്സ്പ്ലനേഷനും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോസും അവൈലബിൾ ആണ്. അപ്പോൾ LED ലാമ്പ്സിനെ പറ്റി ചെറിയൊരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. അതായത് LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ്. അതാണ് LEDയുടെ ഫുൾ ഫോം. ഇത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സാണ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ ടെക്നോളജി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അർദ്ധചാലകങ്ങൾ എന്ന് പറയും. ചാലകങ്ങളും, അതായത് കണ്ടക്ടേഴ്സും അല്ല ഇൻസുലേറ്റേഴ്സും അല്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട് സെമി കണ്ടക്ടേഴ്സ്. അത് വെച്ചിട്ടാണ് LED ലാമ്പ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ് LED ലാമ്പ്സ് ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കുന്ന മെറ്റീരിയലിനനുസരിച്ച് LED ലാമ്പ്സ് പുറപ്പെടുവിക്കുന്ന കളറും വ്യത്യാസപ്പെടും. എക്സാമ്പിൾ ഗാലിയം ആഴ്സനൈഡൊക്കെയാണ്. ഗാലിയം ആഴ്സനൈഡൊക്കെ ഒരു LED ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ്. അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ ചിലപ്പോൾ ഡയോഡ്, ഇതാണ് സിമ്പൽ. LEDയുടെ സിമ്പലും ഇത് തന്നെയാണ്. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് ഇങ്ങനെയും കൂടെ ആഡ് ചെയ്യാം. ഇത് ഫോർവേഡ് ബയസിലാണ് വർക്ക് ചെയ്യുക. ആ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ വരുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് LED ലാമ്പിൻ്റെ വർക്കിംഗ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല, അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ സൈറ്റിൽ പോയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ അത് കമൻറ്റ് ചെയ്യുക താഴെ.